നമുക്ക് വരുന്ന എൻക്വയറീസിൽ പുതിയ വീട് പണിയുന്ന ക്ലയൻസിൽ പലരും വീട്ടിലേക്ക് ഒരു ഫിൽട്രേഷൻ സിസ്റ്റം വേണമെന്ന് ആലോചിക്കുന്നത് തന്നെ വീട്ടിലെ എല്ലാ വർക്കുകളും ഫിനിഷ് ചെയ്തിട്ട് പാല് കാച്ചലിന് തൊട്ട് മുമ്പൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ താമസിക്കുന്നതിന് 2 ദിവസം മുമ്പൊക്കെ വിളിച്ചിട്ട് നാളെ ഫിൽട്ടർ യൂണിറ്റ് വെക്കണം എന്നൊക്കെ പറയുന്നവരുണ്ട്. ശരിക്കും അതൊരു തെറ്റായ രീതിയാണ്. വീടിന്റെ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ ശുദ്ധമായ വെള്ളം കിട്ടുമെന്നുള്ളതും കൂടി നിങ്ങളുടെ പ്ലാനിങ്ങിൽ ഉണ്ടായിരിക്കണം. കുടിക്കാനുള്ള വെള്ളം കിട്ടാത്ത ഒരു സ്ഥലത്ത് നമുക്ക് എങ്ങനെ വീട് വെച്ച് താമസിക്കാൻ പറ്റും? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റും കൂടി നിങ്ങൾ ഇതിനെ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ലൊരു ഫിൽട്രേഷൻ സിസ്റ്റം വീട് പണി കഴിയാനായിട്ട് മുമ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇതിനൊരു മികച്ച ഉദാഹരണമാണ് ഈ വീഡിയോയിൽ കാണുന്ന സൈറ്റ്. ഇത് തൃശ്ശൂർ വല്ലച്ചിറയിൽ ഞങ്ങൾ ചെയ്ത പ്രൊജക്റ്റാണ്. അപ്പോൾ ഇവിടുത്തെ ക്ലയൻറ്റ് നമ്മളെ വെള്ളം ടെസ്റ്റ് ചെയ്ത് റിസൾട്ടോട് കൂടിയിട്ടാണ് അപ്രോച്ച് ചെയ്തത്. ആ സമയത്ത് അവിടുത്തെ വയറിങ്ങിൻ്റെയും പ്ലംബിങ്ങിൻ്റെയും വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ക്ലയൻറ്റിന് ഓട്ടോമാറ്റിക് സിസ്റ്റം തന്നെ വേണമെന്നുള്ളത് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് സിസ്റ്റം ആകുമ്പോൾ കുറച്ച് വയറിങ്ങും കാര്യങ്ങളും സെൻസർ വയറൊക്കെ ഇടേണ്ടത് കൊണ്ട് പ്ലംബിങ്ങിൻ്റെയും വയറിങ്ങിൻ്റെയും സ്റ്റേജിൽ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്തുകൊണ്ട് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും വയറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കൈയോടെ ചെയ്തിടാൻ സാധിച്ചു. വീടിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് ഫിൽട്രേഷൻ സിസ്റ്റം വേറെ അഡീഷണൽ പ്ലംബിങ്ങും വയറിങ്ങും ഒന്നും ചെയ്യാതെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനും സാധിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അദ്ദേഹം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു അണ്ടർ ദ കൗണ്ടർ വാട്ടർ പ്യൂരിഫയറും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ വർക്ക് ഒരു ഫുൾ വർക്ക് ഫിനിഷ് ആയ ഒരു വീട്ടിലാണ് ചെയ്യേണ്ട വരുമെങ്കിൽ നമുക്ക് കുറേ വയറുകൾ വലിക്കേണ്ടി വരും അഡീഷണലായിട്ട്. അത് ചിലപ്പോൾ ചുമരിൻ്റെ പുറത്തോടെ കേസിങ് ക്യാപ്പിംഗ് അടിച്ചു കൊണ്ടുവരേണ്ടി വരും. ഇപ്പോൾ ഇവിടെയൊക്കെ എല്ലാതും കൺസീൽഡായിട്ടാണ് ലൈൻ പോന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അഡീഷണൽ വയറിങ്ങും പ്ലംബിങ്ങും ഒക്കെ ആയിട്ട് കുറേ കോസ്റ്റ് അഡീഷണൽ ചിലവായതിന്. അപ്പോൾ ഇദ്ദേഹം അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് കുറേ കോസ്റ്റ് സേവ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നിങ്ങളും ഒരു പുതിയ വീട് പണിയുന്ന ആളാണെങ്കിൽ കൈയോടെ തന്നെ നിങ്ങളുടെ കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ സോഴ്സ് ടെസ്റ്റ് ചെയ്യുക. ഒരു ഫിൽട്രേഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റും അലോക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ശീലമാക്കാം ശുദ്ധജലം.